തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് സമയപുരം മാരിയമ്മൻ ക്ഷേത്രം. ശക്തിദേവിയുടെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. സമയപുരത്തെ അമ്മ എന്നാണ് ഭക്തർ ഈ ദേവിയെ വിശേഷിപ്പിക്കുന്നത്. തിരുച്ചിറപ്പള്ളിക്കും ചെന്നൈക്കും ഇടയിൽ NH-45 തിരുച്ചിറപ്പള്ളി ടൗണിൽ നിന്ന് 20 കിലോമീറ്ററും ട്രിച്ചി സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. ഐതിഹ്യമനുസരിച്ച് ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രതിഷ്ഠയായിരുന്നു പണ്ടിവിടെ. താന്ത്രിക വിദ്യ പ്രകാരം ക്ഷേത്ര പൂജാരി പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന് തുടരെ അസുഖങ്ങൾ വരികയും പൂജാകർമ്മങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കാതെ വരികയും ചെയ്തതോടുകൂടി ദേവി വിഗ്രഹം ഇവിടെ നിന്ന് മാറ്റി പുറത്തെവിടെയെങ്കിലും സ്ഥാപിക്കാൻ പറഞ്ഞു. ദേവി വിഗ്രഹത്തെ മേൽപ്പറഞ്ഞ ക്ഷേത്രത്തിൽ നിന്ന് നീക്കം ചെയ്ത ശേഷം അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുകയും ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. ദൈവിക ശക്തിയുള്ള ഗ്രാമീണ ദേവതായതിനാൽ ഉചിതമായ പൂജകളും യാഗങ്ങളും ചെയ്ത് ദേവിയെ ആചാര ചടങ്ങുകളാൽ പ്രതിഷ്ഠിച്ചു. വാസ്തുവിദ്യ അടിസ്ഥാനത്തിൽ ക്ഷേത്രം പുതുക്കി പണിത് കണ്ണന്നൂർ മാരിയമ്മൻ ക്ഷേത്രം എന്ന നാമകരണം ചെയ്തു. ട്രിച്ചി ഭരിച്ചിരുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചുമതലയിലായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഭരണം. മറ്റ് സാമ്രാജ്യത്വ ശക്തികളായിട്ടുള്ള യുദ്ധത്തിൽ വിജയം കൈവരിച്ചാൽ ക്ഷേത്രം ഇതിലും പ്രൗഢിയോടെ പണിതു തരാമെന്ന് ദേവിക്ക് മുൻപിൽ പ്രാർത്ഥിച്ച് ഒരു പ്രതിജ്ഞയെടുത്തു. വിജയനഗര രാജാക്കന്മാർ യുദ്ധത്തിൽ വിജയം കൈവരിക്കുകയും ക്ഷേത്രം പുതുക്കി പണിത് ഇന്ന് കാണുന്ന നിലയിലാക്കി തരികയും ചെയ്തു. ക്ഷേത്രം ഇപ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ട്രസ്റ്റാണ് ഭരിക്കുന്നത്. തമിഴ്നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഭക്തർ കൊണ്ടുവരുന്ന വിവിധ തരത്തിലുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പാലഭിഷേകം കഴിഞ്ഞാൽ പനിനീരഭിഷേകം, അത് കഴിഞ്ഞാൽ കരിക്കഭിഷേകം, പലതരത്തിലുള്ള അഭിഷേകങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ അഭിഷേകങ്ങൾ ചെയ്യാൻ വേണ്ടി ഭക്തർ വലിയ ക്യൂ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അഭിഷേകത്തിനായി ഭക്തർ കൊണ്ടുവരുന്ന പൂജാദ്രവ്യങ്ങളടങ്ങിയ കുടം പൂജാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവരെ കൊണ്ട് വിഗ്രഹത്തിന് മേളിൽ കുറച്ച് ഒഴിപ്പിച്ചിട്ട് ബാക്കി ഇതിൻ്റെ ചടങ്ങുകളെല്ലാം പൂർത്തീകരിക്കുന്നത് പൂജാരിയാണ്. അത് കഴിഞ്ഞ് അവർ ദക്ഷിണ കൊടുത്താണ് അവരവിടുന്ന് മടങ്ങിപ്പോകുന്നത്. ചുവന്ന നിറത്തിലുള്ള ഡ്രസ്സുകൾ അണിഞ്ഞ് ദേവീഭക്തരായ സ്ത്രീകളാണ് ഇവിടേക്ക് കൂടുതലും വരുന്നത്. പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കൊണ്ടാണ് അവർ ഇങ്ങോട്ട് തിരിക്കുന്നത്. പ്രായം ചെന്നവരും കുട്ടികളും ഉൾപ്പെടെയുള്ള വലിയ സംഘങ്ങളായിട്ടാണ് അവരുടെ യാത്ര. 1-2 ദിവസം ഇവിടെ തങ്ങിയിട്ടാണ് എല്ലാ പൂജകളും ചടങ്ങുകളും പൂർത്തിയാക്കിയിട്ടാണ് അവർ നാട്ടിലേക്ക് തിരിക്കുന്നത്. ക്ഷേത്ര ദർശനത്തിനും അതുപോലെ ക്ഷേത്ര ചടങ്ങുകൾക്കും പുറത്ത് വലിയ തിരക്കും ക്യൂവും ഉണ്ടെങ്കിലും വളരെ തിരക്ക് കുറഞ്ഞൊരു സ്ഥലമാണ് ഈ ക്ഷേത്രത്തിൽ കാണുന്ന അന്നദാന മണ്ഡപം. വളരെ വൃത്തിയോടും ചിട്ടയായുമായിട്ടാണ് ഈ ഒരു സ്ഥലം അവർ പരിപാലിച്ചു വരുന്നത്. ടോക്കൺ സിസ്റ്റം പ്രകാരമാണ് അകത്തേക്ക് പ്രവേശനമുള്ളത്. തൃശ്ശിനാപ്പള്ളിയിലെ സമയപുരം മാരിയമ്മ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻ്റായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.